നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി സാധ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിമാനങ്ങൾ മടങ്ങിയെത്തുമ്പോൾ വേണ്ട ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ അഭിനന്ദനം അറിയിച്ചിട്ടുള്ളതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇന്നലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 2 വിമാനങ്ങളാണ് സംസ്ഥാനത്തെത്തിയത്. ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ 152 പേരാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഇതിൽ 177 പേർ മുതിർന്നവരും 5 പേർ കുട്ടികളുമാണ്. ഇന്ന് റിയാദിൽ നിന്ന് 149 പ്രവാസികളുമായി പ്രത്യേക വിമാനം രാത്രി 8:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തും. കേരളത്തിലെ 13 ജില്ലകളിൽ നിന്നുള്ള 139 പേരും കർണാടക, തമിഴ്നാട് സ്വദേശികളായ 10 പേരുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. യാത്രക്കാരിൽ 84 പേർ ഗർഭിണികളാണ്. ഇവരെ കൂടാതെ 22 കുട്ടികളും അടിയന്തര ചികിത്സയ്ക്കെത്തുന്ന 5 പേരും 70-ന് മുകളിൽ പ്രായമുള്ള 3 പേരുമാണ് വിമാനത്തിൽ ഉള്ളത്. ഞായറാഴ്ച ദോഹയിൽ നിന്നുള്ള വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും. തിരുവനന്തപുരം, കന്യാകുമാരി, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലുള്ളവരായിരിക്കും ഇതിൽ വരുന്നത്. എയർപോർട്ടിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറന്റൈനിൽ കഴിയുന്നവരും വീട്ടിലേക്ക് പോയവരും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ ഈ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ശാരീരിക അകലം വളരെ പ്രധാനമാണ്. വീട്ടിലായാലും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലായാലും അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വീട്ടിലെത്തുന്നവരുടെ കാര്യത്തിൽ വീട്ടുകാരും ശ്രദ്ധിക്കണം. അശ്രദ്ധയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന്റെ ചില ദോഷഫലങ്ങൾ മുൻഘട്ടത്തിൽ നാം അനുഭവിച്ചതുമാണ്. ക്വാറന്റൈനിൽ കഴിയുന്നവരുമായി സമ്പർക്കം പുലർത്തരുത് എന്ന നിർദ്ദേശം കർശനമായി പാലിക്കണം. കുറെ നാളുകൾക്ക് ശേഷം നാട്ടിൽ വന്നവരാണെന്ന് കരുതി സന്ദർശനം നടത്തുന്ന പതിവ് രീതികളും ഒരു കാരണവശാലും പാടില്ല. നാം ഇക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രതയാണ് നമ്മുടെ സമൂഹത്തെ വരും ദിവസങ്ങളിൽ സംരക്ഷിച്ചു നിർത്തുക എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ വളരെ വേഗത്തിൽ സജ്ജീകരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലെയല്ല പ്രവാസികൾക്കായുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത്. ദിവസങ്ങളെടുത്തുള്ള ഒരുക്കങ്ങളാണ് ഓരോ പ്രദേശത്തും നടന്നത്. ആരോഗ്യ ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് താമസവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് പോലും. യാത്രയിലുടനീളം ഓരോ പ്രവാസിയും സ്വയം തെരഞ്ഞെടുക്കുന്ന സുരക്ഷാ കരുതലുകൾ തന്നെയാണ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ അവർക്കായി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്ന മുറയ്ക്ക് പരിഹരിക്കും. ഇതിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയണം. ദുരിതങ്ങളോട് പോരാടേണ്ടത് സമർപ്പണം കൊണ്ടാണ്. എന്ത് പരാതികളും പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ഓരോ കേന്ദ്രത്തിലും സർക്കാരിന്റെ പ്രതിനിധികളും ഉണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.